കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അതല്ല, മറിച്ചാണ് സംഭവിക്കുന്നെങ്കിൽ ശ്രീലക്ഷ്മിയെ പോലെ രവിയെ മിനിമാരും കാണില്ല. എന്ത് വിട്ടിത്തമാ രവി നീ പറയുന്നത്? ഇനി നീ അവിടെ പോയി താമസിച്ചിട്ട് എന്ത് കിട്ടാനാ? എനിക്ക് കിട്ടാനുള്ളത് അത് നീലഹസ്തിമലയുടെ താഴ്വരയിൽ എന്നെയും കാത്തു നിൽപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ശരിയാണെന്ന് ശ്രീലക്ഷ്മിയുടെ അച്ഛന്റെ ഓരോ വാക്കിലും ഞാൻ കേട്ടു. ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തത് അറിയാതെയാണെങ്കിലും അത് എന്നെ കൊണ്ട് ഏതോ ഒരു ശക്തി പറയിപ്പിച്ചത്. ആ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ശ്രീലക്ഷ്മി എനിക്ക് തിരിച്ചു കിട്ടും. அம்மா, இவரை பார்த்துருக்கீங்களா? இல்லை சார். ചേട്ടാ, ഈ ആളെ കണ്ടിട്ടുണ്ടോ? தெரியாது. ശരി சரி. என்னங்க, இவரை எங்கேயாவது பார்த்துருக்கீங்களா? தெரியாது. நீங்க தெரியாதுங்க. நீங்க பார்த்துருக்கீங்களா? பார்க்கல சார். தெரியாது. நல்ல
ചേട്ടായി ചേട്ടായിയെ കൂട്ടിക്കൊണ്ടു പോവാനാ ഞാനും രാജാറാമും വന്നിരിക്കുന്നത്. ഈ ഒരു ആവശ്യവും പറഞ്ഞ് 3ാമത്തെ തവണയാ ഞങ്ങൾ ഇവിടേക്ക് വരുന്നത്. അപ്പോഴൊക്കെ ചേട്ടായി ഞങ്ങളെ ഓരോന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒഴിവാക്കി. ഇന്ന് അത് നടക്കില്ല. ചേട്ടായി വേഗം റെഡിയോ, നമുക്ക് പോവാം. വാ വാ കമോൺ. ആർക്കും മുഖം കൊടുക്കാതെ, ആരോടും സംസാരിക്കാതെ, ആരുടെയും ഒരു ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യാതെ എത്ര നാൾ ചേട്ടായി ഇവിടെ താമസിക്കും? അമ്മയോടെങ്കിലും ഒന്ന് സംസാരിച്ച് ആശ്വസിപ്പിക്കെങ്കിലും ചെയ്തൂടെ ചേട്ടായിക്ക്? ഇത്തവണ ചേട്ടായിയും കൊണ്ടേ ചെല്ലുള്ളൂന്ന് അമ്മയ്ക്ക് വാക്കും കൊടുത്തിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. രവി, നിന്റെ തീരുമാനങ്ങളിൽ മാറ്റമൊന്നുമില്ലേ? അങ്ങനെയാണ് ഉദ്ദേശമെങ്കിൽ ഇനി അങ്ങോട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നും കൂടി നീ പറഞ്ഞു തരണം. ആ, ശ്രീലക്ഷ്മിയും കൂട്ടിയെ നീ മലയിറങ്ങൂ എന്ന നിന്റെ തീരുമാനം പുനഃപരിശോധിക്കേണ്ട സമയം കഴിഞ്ഞു രവി. ഓർമ്മകളിൽ ജീവിക്കാതെ നീ ഇനിയെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഇത്രയും മാസങ്ങൾ കഴിഞ്ഞ് ശ്രീലക്ഷ്മിയെ കാണാതായിട്ട് ജീവിച്ചിരിക്കുന്നു എന്നതിന് യാതൊരു തെളിവോ ഉറപ്പോ നമുക്കാർക്കുമില്ല. മടങ്ങി വരില്ല എന്നുറപ്പുള്ള ഒരാൾക്ക് വേണ്ടി നീ ഇവിടെ കാത്തിരിക്കുമ്പോ നിന്നെ കാത്തിരിക്കുന്ന ജീവനുള്ള കുറെ ആളുകള് അവിടെയുണ്ടെന്നുള്ളത് നീ ഓർക്കണം. അമ്മ, സഹോദരങ്ങള്, ബന്ധുക്കള്, ശ്രീലക്ഷ്മിയുടെ വീട്ടുകാർ, സാന്ദ്ര മേഡം, അങ്ങനെ നിന്നോട് സ്നേഹമുള്ള എല്ലാവരും. ശ്രീലക്ഷ്മിയുടെ അച്ഛനും അമ്മയും ഒഴികെ ബാക്കിയുള്ള എല്ലാവരും സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നീ വന്നു വേണം അവരെ കാര്യങ്ങൾ ധരിപ്പിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും. രവി, നീ ഇങ്ങനെ ആയാൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്താവും? ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. ശ്രീലക്ഷ്മി ഇനി തിരികെ വരില്ല രവി. നിന്റെ ഭാര്യ വാഹന അപകടത്തിൽ മരിച്ചു. ഇനി ഒരിക്കലും നിനക്ക് കാണാനോ സംസാരിക്കാനോ പറ്റില്ല. രാജനന്ദിനെ പോലെ ശ്രീലക്ഷ്മിയും നിനക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ഒരക്ഷരം വേണ്ടിയ നിന്റെ നാവ് പുഴുത് ഞാൻ പുറത്തെടുക്കും. പലതവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്നെ കാണാൻ ഇവിടേക്കാരും വരരുതെന്ന്. പ്രത്യേകിച്ച് നിന്നോട്. എന്നെ കാണാൻ നീ ചുരം കയറി വന്നപ്പോഴൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രീലക്ഷ്മി ഇല്ലാതെ ഞാനിവിടെ നിന്ന് എങ്ങോട്ടുമില്ലെന്ന്. രവിക്ക് പകരം ബിസിനസ് നോക്കാനും അമ്മയെ ആശ്വസിപ്പിക്കാനും രഘുവുണ്ട്. രഘുവിനോടൊപ്പം നിന്ന് കാര്യങ്ങൾ നോക്കാനും അവന് ഇടവും മലവും നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതുമാണ് ഇനിയുള്ള നിന്റെ ജോലി. പലതവണ നിന്നോട് പറഞ്ഞ മടുത്ത കാര്യമാ. ഒന്നുകൂടി ഞാൻ പറയാ, ശ്രീലക്ഷ്മിയെ കൊണ്ടല്ലാതെ ഞാൻ എങ്ങോട്ടുമില്ല. നിങ്ങളെ കാണുന്ന രവിക്ക് ഇപ്പൊ പകുതി ജീവനേ ഉള്ളൂ. ബാക്കി പകുതിയുള്ളത് ഇവിടെ എവിടെയാണ്. അത് കണ്ടെത്താനാ ഞാൻ ഈ മഞ്ഞിലും തണുപ്പിലും കഴിയുന്ന എന്റെ ശ്രീലക്ഷ്മി ജീവനോടെയുണ്ട്. അത് എന്റെ വിശ്വാസം.
എന്റെ കണക്കൂട്ടുകൾ തെറ്റാറില്ലെന്ന് നിനക്ക് നന്നായിട്ടറിയാം. പലപ്പോഴും ഇവിടെ എവിടെയോ അവളുടെ സാമീപ്യം ഞാൻ അറിയുന്നുണ്ട്. I am getting many indications. My Sri Lakshmi is alive. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവളെ കണ്ടെത്തും. കൺമുന്നിൽ അപ്രത്യക്ഷമായ അവൾ നിശബ്ദതയുടെ മറനീക്കി എന്റെ മുന്നിലേക്ക് വരും. ഈ നീലഹസ്തി മലനിരകളുടെ കാവലാളായി പുണ്യപീഠത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ സർവേശ്വരൻ എന്റെ ശ്രീലക്ഷ്മിയെ എന്റെ കൺമുന്നിലെത്തിക്കും. ആ വിശ്വാസം തെറ്റായിരുന്നു എന്ന് എനിക്ക് ബോധ്യമാവുമ്പോ ഞാൻ ഇല്ലാതാവും. അതിനുശേഷം നിങ്ങൾക്ക് എന്നെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. ശ്രീലക്ഷ്മിയെ കണ്ടെത്തുന്നവരെ പഴയ രവിയെ തിരക്കി ആരും ഇങ്ങോട്ടേക്ക് വരണ്ട. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ വന്ന ഇതാവും സംഭവിക്കുക എന്ന്. കഴിഞ്ഞ തവണ വന്നപ്പോ എന്നോട് ഇതിലും ദേഷ്യമായിട്ടാ രവി സംസാരിച്ചത്. എന്ന് പറഞ്ഞ ചേട്ടാ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റുമോ രാജാറാം? നമുക്ക് പറ്റില്ല. തൽക്കാലം ഞാനിവിടെ തങ്ങാം. പതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രവിയെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. പക്ഷേ അതിനെനിക്ക് കുറച്ച് സമയം വേണം. രഘു സാറ് തൽക്കാലം തിരിച്ചു വയ്ക്കോ. രവിക്ക് കാവലായി ഞാനിവിടെ ഉണ്ടാവും. ഞാൻ എന്തായാലും രവിയെ കൊണ്ടേ മടങ്ങി വരൂ. അത് രവി പറയുന്നത് പോലെ ശ്രീലക്ഷ്മി ഇപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ അന്ന് എന്റെ കൂടെ രവിയും ശ്രീലക്ഷ്മിയും ഉണ്ടാവും. അതല്ല, ഞാനും രഘുസാറും വിശ്വസിക്കുന്നത് പോലെ ആണെങ്കിൽ രവിയെ ഞാൻ ഇനി അധിക ദിവസം ഇവിടെ നിർത്തില്ല. ഉടനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും, ഉടൻ തന്നെ. തൽക്കാലം അമ്മയോടും ആരോടും ഇവിടെ നടന്ന ഒന്നും പറയണ്ട. ഓക്കെ? ശരി രാജാറാം. ഇത്രയും നാൾ അന്വേഷിച്ചിട്ട് കണ്ടെത്താത്ത ശ്രീലക്ഷ്മിയെ എങ്ങനെ കണ്ടെത്തും? എവിടെ തുടങ്ങും? എങ്ങനെ തുടങ്ങും?
ഞാൻ പറഞ്ഞ കാര്യത്തില് നിന്റെ അഭിപ്രായം പറഞ്ഞില്ല. ശ്രീലക്ഷ്മിയെ കുറിച്ചുള്ള അന്വേഷണം ഉടൻ അവസാനിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു രാജാറാം. നോക്കാം. നിന്നോടെ പറയുന്ന അവിടെ നിൽക്കാൻ. ഓടേ, നീ ഓട്. ഏതുവരെ നീ ഞങ്ങളെ പേടിച്ചോടുമെന്ന് ഞങ്ങൾക്കറിയണം. കുറെ നാളായി നീ ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കി വിലസി നടക്കുന്നു. ഇന്നത്തോടെ അത് നിർത്താനാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞാ പിന്നെ നിന്റെ ശവം പോലും ഈ നാട്ടുകാർ കാണാൻ പോണില്ല. സംസാരമൊക്കെ മതി. കണ്ണമ്മ ഇന്നത്തോടെ ഓർമ്മയായി മാറും. പിടിച്ചോണ്ട് വാടാ. അടിക്കില്ലേ? കണ്ണമ്മ അഷ്ടനപുരിയുടെ ഈ കണ്ണമ്മയെ ഓർമ്മയാക്കാൻ മാത്രം ആവുന്നുണ്ടോടാ നിനക്കൊക്കെ? നിന്നോട് ആര് പറഞ്ഞു നമ്മൾ പേടിച്ച ഓടിയതെന്ന്? ഇവിടെ ആകുമ്പോ നിനക്ക് ആരെങ്കിലും എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചോളൂ. ഒരു മിനിറ്റ് സമയം ഉണ്ടായിരുന്നു നമ്മള്. അതിനു മുമ്പ് ഇവനെ എടുത്തോണ്ട് കൺമുന്നിന് പൊക്കോണം.